വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കുട്ടികളോട് ആ മുത്തശ്ശി തിരക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു, കൂടെ ഉള്ളവരൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ കൂടെ ആരുമില്ല, ഞങ്ങളിവിടെ പെട്ടുപോയതാണ്, സഹായിക്കണം, പ്ലീസ് ഹെൽപ്പ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം നിങ്ങൾ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളിവിടെ പെട്ടുപോയതാണ്, ഈ പപ്പിയെ പാമ്പ് കടിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് പപ്പി അത് അറിയുന്നതും പപ്പി ആകെ അങ്ങ് പേടിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, എങ്ങനെ സഹായിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കണം, വണ്ടിയോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ, കയ്യിൽ കാശുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ കാശുണ്ടായിട്ട് എന്താണ് കാര്യം, ഇവിടെ നിന്ന് താഴെ അങ്ങ് വനത്തിൻ്റെ അങ്ങ് അടിവാരത്ത് എത്തണമെങ്കിൽ മൈലുകൾ, കിലോമീറ്റർ, നാഴിക എത്ര നടക്കണമെന്നാണ്. പകൽ സമയത്ത് പോലും സൂര്യൻ എത്തി നോക്കാത്ത സ്ഥലത്താണ്, അവിടെ എത്തുമ്പോഴേക്കും നേരം വെളുക്കും, അപ്പോഴത്തേക്കും കടിച്ച ആളിൻ്റെ ഉയിരും പോവും എന്നൊക്കെ പറയുമ്പോൾ പപ്പി ആകെ സങ്കടപ്പെട്ട് കരയുകയാണ്. അന്നേരം എന്തെങ്കിലും ചെയ്ത് സഹായിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ ഉറക്കം കളയാതെ നിങ്ങൾ പോയി, പാമ്പ് കടിച്ചവരാരും ഒരു നേരം രാത്രി വെളുപ്പിച്ചിട്ടില്ല, അവരുടെ രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ആകെ പേടിക്കുകയാണ്. അന്നേരം കുട്ടികൾ രണ്ടുപേരും കൂടി പ്ലീസ് ഹെൽപ്പ്, ഞങ്ങളെ സഹായിക്കണം മുത്തശ്ശി, എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആദിവാസികളെയൊക്കെ പാമ്പ് കടിക്കുമ്പോൾ ഒരു പച്ചില മരുന്ന് പ്രയോഗിക്കാറുണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം അത് മതി എന്നിങ്ങനെ സത്യ പെട്ടെന്ന് പറയുകയാണ്. അന്നേരം നല്ല വിശ്വാസം വേണമെന്ന് ഈ മുത്തശ്ശി പറയുമ്പോൾ വിശ്വാസമൊക്കെ ഉണ്ട്, ചെയ്താൽ മതി എന്ന് പറയുകയാണ്. എങ്കിൽ ഈ കട്ടിലോട്ട് കയറി കിടക്ക് എന്ന് പറയുകയാണ്. അന്നേരം പപ്പിയെ സത്യമാണെങ്കിൽ കട്ടിലോട്ട് പിടിച്ച് കിടത്തുന്നുണ്ട്. പപ്പി ആകെ പേടിച്ച് മട്ട് തന്നെയാണ്. അന്നേരം മുത്തശ്ശി ഗ്രാൻഡ്മ ഒറ്റയ്ക്കാണോ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യ ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. കൂടെ ഉള്ളവരൊക്കെ എവിടെ പോയി ചോദിക്കുമ്പോൾ എല്ലാവരും ചത്തുപോയി, പാമ്പ് കടിച്ചും വിഷം തീണ്ടിയും ഒക്കെ ചത്തുപോയി എന്ന് പറയുമ്പോൾ പപ്പി കുറച്ചുകൂടി അങ്ങ് പേടിക്കുകയാണ്. തുടർന്ന് ആ കുട്ടിയോട് അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ഈ മുത്തിയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട് പച്ചില മരുന്നൊക്കെ എടുക്കാനായിട്ട്. ഇതേസമയം കുട്ടികളെ അന്വേഷിച്ച് പല ഭാഗത്തായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. വിഷ്ണു, രോഹിത്തും ശ്യാമയും ഒക്കെ പപ്പി സത്യ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ശാലിനിയും ആ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ശ്രീരഞ്ജിനിയും ബാച്ചുമൊക്കെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അതേസമയം ആ മല്ലീശ്വരം കോവിലിൽ പൂജ ചെയ്യുന്ന ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. ശാന്ത മാത്രമാണ് ശാരദാമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളത്. അതേസമയം ഒരു പാമ്പ് ഇങ്ങനെ തറയിലൂടെ ഇങ്ങനെ എഴിഞ്ഞ് ആ തീഗോളത്തിനടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശാന്ത അത് കാണുകയാണ്. അന്നേരം ശാന്ത എങ്ങ് ആകെ അന്തം വിടുന്നുണ്ട്. ആ തീഗോളത്തിന് തൊട്ട് പിറകിലായിട്ട് ഈ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ കണ്ണൂർ നോക്കുമ്പോൾ പാമ്പിനെ കാണുന്നുണ്ട്. അന്നേരം ഇതിനെ കണ്ട് ഇങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ച് ശാന്തയാണെങ്കിൽ അങ്ങ് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ഓടി അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരദാമ്മ കുറച്ചു നേരം പാമ്പിനെ തന്നെ നോക്കിയിട്ട് കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയാണ്. അന്നേരം പാമ്പ് ഇങ്ങനെ ശാരദാമ്മയെ തന്നെ നോക്കി അവിടെ തന്നെ ഇരിക്കുന്നതായിട്ട്, ഒരു കാവലെന്ന പോലെ അവിടെ തന്നെ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയൊക്കെ ആണെങ്കിൽ കുട്ടികളെ അന്വേഷിച്ചങ്ങ് ആകെ തളരുകയാണ്. ശാലിനി അവിടെ നിന്നങ്ങ് കാട്ടിന് നടുവിൽ നിന്നങ്ങ് കരയുകയാണ്. കാണുന്നില്ലല്ലോ അനു എന്നിങ്ങനെ അനു വല്ലവീടും പറയുകയാണ്. കുട്ടികൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചതുപോലെ, ഈശ്വര എൻ്റെ രണ്ട് മക്കൾക്കും ഒരു ആപത്തും കൂടാതെ എൻ്റെ അടുത്ത് എത്തിക്കണേ എന്നിങ്ങനെ പറഞ്ഞങ്ങ് കരയുമ്പോൾ ആ റേഞ്ച് ഓഫീസർ ലതിക പറയുന്നുണ്ട്, കുട്ടികൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും, വേണ്ട വാ നമുക്ക് അന്വേഷിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി വീണ്ടും തിരച്ചിലങ്ങ് തുടരുകയാണ്. ഇതേസമയം അമുത്തിയാണെങ്കിൽ പച്ചില മരുന്നൊക്കെ ഇരുന്ന് അരയ്ക്കുകയാണ്. പപ്പി കട്ടിൽ കിടക്കുന്നുണ്ട്. സത്യയുടെ കൈകളിൽ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചു പോകുമോ സത്യ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അമുത്തി പറഞ്ഞല്ലോ, ആ ഗ്രാൻഡ്മ പറഞ്ഞല്ലോ പാമ്പ് കടിച്ചവരാരും കാട് വിട്ട് പോയിട്ടില്ല എന്ന്. അന്നേരം സത്യയ്ക്ക് സങ്കടം വരുന്നുണ്ട്. അന്നേരം അത് നമ്മുടെ കാര്യമല്ലല്ലോ പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ അല്ലേ, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ പപ്പിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. കണ്ണുകൾ ഇങ്ങനെ അടയുമ്പോൾ ഉറക്കല്ലേ കുട്ടി, ഉറക്കല്ലേ എന്നിങ്ങനെ മുത്തി പറയുന്നുണ്ട്. അന്നേരം ഉറങ്ങല്ലേ പപ്പി, ഉറങ്ങല്ലേ എന്നും പറഞ്ഞ് കൈ പിടിച്ച് കുലുക്കി സംസാരിക്കാനൊക്കെ ഈ സത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും വിഷ്ണു അച്ഛനെയും ഒന്നും കാണാനായിട്ട് സാധിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സത്യ ധൈര്യം കൊടുക്കുകയാണ്. അന്നേരം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സത്യാമ്മയോട് പറയണം, എനിക്ക് സത്യാമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒന്ന് പറയൂ സത്യ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യയ്ക്ക് അങ്ങ് വിഷമം വരുന്നുണ്ട്. എന്നാലും പറയാം എന്നിങ്ങനെ ഈ കുട്ടി പറയുകയാണ്. ഇതേസമയം ഈ ഒറ്റക്കാലം ബേബിയെ കാണിക്കുന്നുണ്ട്. ആ കുടിലിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നതായിട്ടും ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നതായിട്ടും ഒക്കെയാണ് അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കുട്ടി കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നതും സത്യ അടുത്തിരിക്കുന്നതും മുത്തി ഇങ്ങനെ മരുന്നരയ്ക്കുന്നതും ഒക്കെ ഇയാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ വീട് കാണിക്കുന്നുണ്ട്. ഭാമയാണെങ്കിൽ ഹാളിൽ ആകെ വിഷമിച്ച് നടക്കുകയാണ്. ഈ പപ്പിക്കുട്ടിയെ വഴക്ക് പറഞ്ഞതിലും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പോയതിൽ പടം വരപ്പിക്കാൻ ശ്രമിച്ചതിൽ വഴക്ക് പറഞ്ഞതിലൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രാഘവൻ നായരാണെങ്കിൽ അകത്തുനിന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സ്റ്റിക്ക് കുത്തിപ്പിടിച്ച് വലിയ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ നടന്നു വരികയാണ്. പിള്ളയാണെങ്കിൽ പിടിച്ചിട്ടുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. ഇവിടെ സത്യഭാമയുടെ കൊട്ടാരത്തിൽ തേനും മയമ്പും ഒക്കെ കൊടുത്ത് മെത്തയിൽ കിടന്നുറങ്ങേണ്ടിയിരുന്ന
ഭാമയുടെ കൊച്ചുമകൾ എവിടെ ഭാമയെ, നിനക്ക് അവളെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചോ, നിൻ്റെ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് അവളെ കൊണ്ടുവരാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. പക്ഷേ ഭാമയ്ക്ക് രാഘവൻ നായരുടെ മുഖത്ത് നോക്കാൻ പോലും ഉള്ള ധൈര്യമില്ല. രാഘവൻ നായരുടെ ആ ദേഷ്യം കൊണ്ടൊക്കെ കണ്ടിട്ട് നിൻ്റെ ഈ കൊട്ടാരക്കെട്ടും പ്രശസ്തിയും ഒക്കെ വെറുതെയാണല്ലേ, പിന്നെ എന്തിനാ ഭാമയെ നീ ഇത്രയും അഹങ്കരിച്ചത്? ഇപ്പോൾ ആ കുട്ടിയാണെങ്കിൽ നിൻ്റെ അഹങ്കാരം തന്നെയാണ് ആ കുട്ടി ഇപ്പോൾ മീൻപാറയിലെ കൊടും വനത്തിൽ എത്തിച്ചത്. അതിനൊറ്റ കാരണക്കാരി നീ ഒറ്റ ഒരാൾ മാത്രമാണ്. കടുവയുടെയോ പുലിയുടെയോ ഒക്കെ വായിൽ ആ കുട്ടി ചെന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അഹങ്കാരവും ധാഷ്ട്യവും ഒക്കെ തന്നെയാണ്. അവളുടെ ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു അവൾക്ക്. ഈ വീട്ടിലെ ഹാളിലും വിഷ്ണുവിൻ്റെ റൂമിലും ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവൾ കാണാതെ നീ നശിപ്പിച്ച് കളഞ്ഞപ്പോഴും നിനക്കുണ്ടായ ആനന്ദമില്ലേ, അത് നീ അന്ന് അനുഭവിച്ചില്ലേ, അതിനൊരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ നെഞ്ചു പിളർക്കുന്ന വേദന ഈശ്വരൻ തന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാമയങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ഭാമയങ്ങ് കരയുന്നുണ്ട്. പക്ഷേ രാഘവൻ നായരുടെ മുഖത്ത് നോക്കാനോ തിരിച്ചൊന്നും പറയാനോ ഭാമയ്ക്ക് ഒട്ടും ധൈര്യം ഇല്ല. രാഘവൻ നായർ അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് ആക്രോശിക്കുകയും തുടർന്ന് ആ സെറ്റിയിലേക്ക് രാഘവൻ നായർ അങ്ങ് വീഴുകയാണ്. അന്നേരം രാഘവേട്ടാന്നൊക്കെ വിളിച്ച് ഭാമ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഘവൻ നായർ അതിന് സമ്മതിക്കുന്നില്ല. വീണ്ടും രാഘവൻ നായർ അങ്ങ് നെഞ്ചത്തടിച്ച് കരയുകയാണ്. എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരാതെ തിരിച്ചു കൊണ്ടുവരണേ, ഈ വൃദ്ധൻ്റെ ജീവനങ്ങ് എടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ ഇങ്ങ് തിരിച്ചു തരണേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ആ സ്റ്റിക്ക് കുത്തി പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. പിള്ള പിടിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ അങ്ങ് വീഴാൻ പോവുകയാണ്. അന്നേരം വീഴട്ടടോ, വീണ് ചാവട്ടെ, ഈ പാഴ് ജന്മം എന്തിനാണ് വെറുതെ, എൻ്റെ കുട്ടിയെ രക്ഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ രാഘവൻ നായർ നെഞ്ചത്തടിച്ചുള്ള നിലവിളിയും ഒക്കെ കാണുമ്പോൾ പൊന്നിക്കും പിള്ളയ്ക്കും ഭാമയ്ക്കും ഒക്കെ അങ്ങ് സങ്കടം വരികയാണ്. പക്ഷേ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ആർക്കും ഒന്നും പറയാനായിട്ടും കഴിയുന്നില്ല. തുടർന്ന് വാ സാറേ നമുക്ക് അകത്തേക്ക് പോകാം എന്നിങ്ങനെ പിള്ള വിളിക്കുമ്പോൾ രാഘവൻ നായർ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീഴാനൊക്കെ പോവുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ ആകെ അങ്ങ് കരഞ്ഞ് രാഘവേട്ടാന്നും പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് ചോദിക്കുക എന്ന പോലെ, എന്ന് വെച്ചാൽ തെറ്റ് തൻ്റെ ഭാഗത്താണല്ലോ. അന്നേരം രാഘവൻ നായരുടെ കാലിങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ വേണ്ട എന്നിങ്ങനെ അങ്ങ് രാഘവൻ നായർ അങ്ങ് ആക്രോശിക്കുകയാണ്. വേണ്ട എന്ന് എടുത്തു പറയുമ്പോൾ ഭാമ അങ്ങ് പേടിച്ച് പുറകോട്ട് മാറുകയാണ്. തുടർന്ന് ഒന്നുകൂടി ഭാമയൊന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് രാഘവൻ നായരെ പിള്ള അങ്ങ് പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് പൊന്നി അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഭാമയാണെങ്കിൽ ഒറ്റപ്പെട്ട ആ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെ അവിടെ ഇരിക്കുകയാണ്. സങ്കടത്തോടെ ഇങ്ങനെ സെറ്റിയിലേക്ക് ഇരുന്ന ഭാമയാണെങ്കിൽ തലയിൽ ഇങ്ങനെ കൈവച്ചടിച്ച് അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. തൻ്റെ കൊച്ചുമോളെ കാണാത്തതിൽ തൻ്റെ കുറ്റം കൊണ്ടാണ് കാണാതായത് എന്നൊക്കെ ഭാമയെ അവിടെ തിരിച്ചറിയുമ്പോൾ ആകെ വിഷമം തന്നെ ആവുകയാണ്. തുടർന്ന് മുത്തിയാണെങ്കിൽ പച്ചില മരുന്നൊക്കെ അരച്ച് പപ്പിയുടെ ആ കാൽമുട്ടിൽ പാമ്പ് കടിച്ച ആ ഭാഗത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വായ്ക്കകത്തേക്കും അതിൻ്റെ ആ പച്ചില ചാറ് ഒഴിച്ച് കൊടുക്കുകയാണ്. അന്നേരം പപ്പി ഇങ്ങ് ഉറങ്ങുമ്പോൾ സത്യം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം മരുന്ന് കഴിച്ചതല്ലേ, ഉറങ്ങിക്കോട്ടെ എന്നിങ്ങനെ മുത്തി പറയുമ്പോൾ പപ്പി അങ്ങ് കണ്ണടക്കുകയാണ്. അതേസമയം ഈ ഒറ്റക്കാലം ബേബിയാണെങ്കിൽ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ, അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഉറക്കം തെളിയുമ്പോൾ വിഷം പോയില്ലേ ഗ്രാൻഡ്മ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ ഉറക്കം തെളിഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞ് ആ മുത്തി അങ്ങ് നിർത്തുകയാണ്. അന്നേരം സത്യമാണെങ്കിൽ ആകെ പേടിക്കുകയാണ്. അന്നേരം ആ കുട്ടി മയങ്ങിക്കോട്ടെ, മോളും കുറച്ച് കിടന്നോ, നേരം കുറേ ആയല്ലോ, വെളുക്കാറായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട പപ്പി ഉറക്കം തെളിയുന്നവരെ ഞാൻ കാത്തിരിക്കാം എന്നിങ്ങനെ സത്യ പറയുമ്പോൾ കുട്ടിയായ മോൾക്ക് കാത്തിരിക്കാമെങ്കിൽ ഈ മുത്തിക്കും കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തിയാണെങ്കിൽ ആ വീട്ടിൻ്റെ പടിയിലേക്ക് ഇരിക്കുന്നുണ്ട്. കൂടെ സത്യയും പോയിരിക്കുകയാണ്. അന്നേരം മരുന്ന് ഫലിക്കില്ലേ ഗ്രാൻഡ്മ എന്ന് ചോദിക്കുമ്പോൾ ഫലിക്കില്ലേ എന്ന് ചോദിച്ചാൽ അറിയില്ല, ഈ മരുന്നാണ് ഇവിടെ എല്ലാവർക്കും ഉപയോഗിക്കാറുള്ളത്, അത് ഫലം കാണുമോ എന്ന് ചോദിച്ചാലും അറിയില്ല, ഫലം കണ്ട ചരിത്രം ഇതുവരെ എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല എന്നൊന്നുകൂടി ഈ മുത്തി പറയുമ്പോൾ സത്യമാണെങ്കിൽ പേടിച്ചങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. ഇതേസമയം ഇവരാരും ഉറങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ, ഈ കുട്ടിക്ക് കൂട്ടിരിക്കുകയാണെന്ന് കാണുമ്പോൾ ഒറ്റക്കാലം ബേബിയാണെങ്കിൽ ആകെ അങ്ങ് നിരാശനാവുകയാണ്. ആ കമ്പിങ്ങനെ സ്പീഡിന് നടക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ തറയിൽ ഇങ്ങനെ ആഞ്ഞു കുത്തുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് അയാൾ അങ്ങോട്ട് മാറിപ്പോവുകയാണ്. അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണെന്ന് കാണുമ്പോൾ നല്ല ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചിലപ്പോൾ ഫലിക്കും എന്നിങ്ങനെ മുത്തി പറയുമ്പോൾ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ പാമ്പ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ശാരദാമ്മയെ ലക്ഷ്യമിട്ട് ഇരിക്കുകയാണ്. അത് കൊത്താൻ എന്ന പോലെ ശാരദാമ്മയെ ലക്ഷ്യമിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് പാമ്പിനെ നോക്കിയിട്ട് ഒരു പേടിയോ ഭയമോ ഒന്നുമില്ലാതെ ശാരദാമ്മ മനസ്സ് ഏകാഗ്രമാക്കി കണ്ണടച്ചിരിക്കുകയാണ്. ഇതേസമയവും ശാലിനിയൊക്കെ അന്വേഷണം തുടരുകയാണ്. ശ്രീരഞ്ജിനിയൊക്കെ കാണിക്കുന്നുണ്ട്. ശ്യാമയങ്ങ് പറയുകയാണ്, എത്ര നേരമായി നമ്മൾ അന്വേഷിക്കുന്നു, രാത്രിയല്ലേ, കുട്ടികൾ എവിടെ പോയി കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് ശ്യാമയങ്ങ് വിഷമിക്കുമ്പോൾ നീ വിഷമിക്കാതിരിക്കുക ശ്യാമയെ, ഇപ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ കുട്ടി
കുറച്ച് മയക്കത്തിൽ നിന്ന് ഉണരാനായിട്ട് താമസിക്കും. അപ്പോൾ ഈ ശാലിനിയുടെ വിളി കേട്ട പോലെ ഈ കുട്ടി കണ്ണ് തുറക്കും. അതിനുശേഷം നേരം വെളുത്തതിന് ശേഷം അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കുട്ടിയെ കണ്ടുപിടിക്കും. അപ്പോൾ ഇന്നത്തോടു കൂടി എന്തായാലും കാട്ടിലെ എപ്പിസോഡ് അവസാനിക്കാനാണ് സാധ്യത. അപ്പോൾ നാളെ പകുതി വരെ കാണത്തുള്ളൂ. മറ്റന്നാൾ പകുതി വരെ ഈ കുട്ടികളെ പകുതിയാകുമ്പോൾ കുട്ടികളെ കണ്ടെത്താനാണ് സാധ്യത. ഓക്കെ, താങ്ക്